ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ അത് കുറച്ച് ചക്കക്കുരുവാണ്. അപ്പൊ ഇതൊന്നും നമുക്കൊന്ന് മെഴുക്കുമായിട്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ല, അമ്മ പറഞ്ഞു തന്ന ഒരു ഐഡിയയിൽ വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വീഡിയോട്ട് പോയാലോ. അപ്പൊ ഗായ്സ്, നമുക്ക് ആദ്യം എന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവിന്റെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് പൊളിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മുടെ ചക്കക്കുരു ഇതാ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നമ്മുടെ കുക്കറിലിട്ട് 2-3 വിസിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാവേ. എങ്ങനെയാണെന്നിട്ട് വേവിക്കാനായിട്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഗായ്സ്, നമ്മുടെ കുക്കറിനകത്തോട് നമ്മുടെ ചക്കക്കുരു ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വീടുന്നില്ല. ഓക്കെ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം മതി കേട്ടോ. പിന്നെ ഞാനിതൊന്ന് അടച്ച് വേവിക്കട്ടെ. ഇനി ഞാൻ ഇതൊന്ന് വേവിച്ചിട്ട് വരാം ഗായ്സ്. ഞാൻ ഇവിടെ അതുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ അതാ പഴുത്ത ചക്ക പൊളിക്കുന്നുണ്ടോ. ഗായ്സ്, നമ്മുടെ ചക്കക്കുരു ഇതാ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി പരിപാടിയിലോട്ട് അങ്ങോട്ട് കടന്നാലോ ഗായ്സ്. നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റി വെക്കാം. ഈ സവാള പെട്ടെന്ന് വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നു. അതിന് മുമ്പ് നമ്മൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി മതി കേട്ടോ. അങ്ങനെന്താ ഇതിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം ഗായ്സ്, നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ നമ്മുടെ ലോ ഫ്ലെയിമിലായിരിക്കും കേട്ടോ. അതായത് കരിഞ്ഞു പോകും. പെട്ടെന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഇനി വീണ്ടും ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ. ഇത് മൂത്തായി സെറ്റായി വന്നിട്ടുണ്ട്. ചക്കക്കുരു അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കേ. ഓക്കെ. നമ്മുടെ ചക്കക്കുരു ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാമേ. കണ്ടോ, ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്താണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇതൊന്ന് തിളച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി അത് നല്ലോണമൊക്കെ ഒന്ന് ആ മുളക് പൊടി നമ്മുടെ കുരുമുളക് പൊടി എല്ലാം ഒന്ന് സെറ്റായി അതിനകത്തൊന്ന് പിടിച്ചൊന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗായ്സ്, നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇതാണ്ട് റെഡി. അടിപൊളി ടേസ്റ്റ് കേട്ടോ ഗായ്സ്. അപ്പം ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈല് ചക്കക്കുരു മെഴുക്ക് പുരട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ പിന്നെ ഇത് ഉറപ്പാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് പോകണം. നിങ്ങളുടെ കമൻറ്റുകൾ ഉറപ്പാണ് നിങ്ങൾ ഇടണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.